വെൽക്കം ബാക്ക്. ഓൺലൈൻ ബോട്ടണി ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. So in the last class we will complete first two types of pollination: anemophily, wind pollination, and hydrophily, water pollination. Okay, today we are going to discuss hydrophily in Vallisneria, or how water pollination occur in Vallisneria. നോക്കാം, ഡയഗ്രം ശ്രദ്ധിക്കാം. Vallisneria is a dioecious plant, that is flowers are unisexual. ഡയഗ്രം നോക്കാം. A മെയിൽ പ്ലാന്റ് ആണ്, B ഫീമെയിൽ പ്ലാന്റ് ആണ്. അതിൽ ആദ്യത്തെ ഡയഗ്രം A ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക്. In male plant, male flowers occurs in clusters or groups on a short stalk of the male plant. When they mature, the male flowers detached from the stalk and come above the water surface. Okay? ഇനി ഡയഗ്രം B ശ്രദ്ധിക്കാം. ഫീമെയിൽ പ്ലാന്റിലെ In female plant, female flower occurs on a long stalk of the female plant. When they mature, the pedicel elongates and female flower come above the water surface. Now, the floating male flowers, നമുക്കറിയാം മെയിൽ പ്ലാന്റിൽ നിന്ന് റിലീസ് ചെയ്യുന്ന മെയിൽ ഫ്ലവേഴ്സ് വാട്ടർ സർഫേസിൽ ഫ്ലോട്ട് ചെയ്യുകയാണ്. and it move from one place to another place. Floating കേസിലാണ് മെയിൽ ഫ്ലവേഴ്സ് കാണുന്നത്. Now, the male flowers, floating male flowers come in contact with the female flower and the pollen grains are dusted on the stigmatic surface of the female flower. Afterwards, perianth closes and female flower sink down by the coiling nature of pedicel. നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാം, പെഡിസൽ ഫ്ലവറിന്റെ സ്റ്റാക്ക് ആണ്. ആ പെഡിസലിന് ഒരു കോയിലി അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് നേച്ചർ ആണ്. ഈ സ്പ്രിംഗ് നേച്ചർ വരുന്നതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ ഫീമെയിൽ ഫ്ലവർ ആ ഒരു കോയിലിംഗ് നേച്ചർ കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്നു. ഫെർട്ടിലൈസേഷൻ ആൻഡ് seed formation occur inside the water. So it is a very special type of water pollination found in Vallisneria. നമ്മളിവിടെ ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് എനിക്ക് അറിയാം. സോസ്റ്ററ മറൈന, സെറാറ്റോഫില്ലം, ഹൈഡ്രില്ല, വാലിസ്നെരിയ, ലംന, ഇതൊക്കെ ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. And also we already discussed features or characters of hydrophilous flowers. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ അനിമോഫിലസ് ഫ്ലവേഴ്സിന്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. റിമെമ്പർ, all hydrophylic plants are not pollinated by water. For example, ഐക്കോർണിയ, കുളവാഴ, വാട്ടർ ലില്ലി, ആമ്പൽ, ലോട്ടസ്, all these are hydrophylic plants, but they are not pollinated by water because their flowers are come above the water surface, and also flowers are large and brightly colored with honey or nectar yielding types. So they are pollinated by insects, not by water. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൈഡ്രോഫൈലിക് പ്ലാന്റ്സുകളിൽ ഈ പറഞ്ഞ 3 കേസുകൾ പലതും ഉണ്ടാവും. എല്ലാം വാട്ടർ പോളിനേറ്റഡ് അല്ല. വാട്ടർ സർഫേസിന് പുറത്തേക്ക് നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് വലുതായിട്ട് വരുന്ന നെക്ടർ yielding ഫ്ലവേഴ്സ് ടൈപ്പുകളൊക്കെ ഇൻസെക്ട് പോളിനേറ്റഡ് ആണ്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, നൗ വി വിൽ പാസ് ഓൺ ടു ദി തേർഡ് ടൈപ്പ് ഓഫ് പോളിനേഷൻ. നോക്കാം, സോഫിലി, animal pollination. Pollination by the agency of animals is zoophily. Zoophily is of
three main types. നോക്കാം. Entomophily, insect pollination, ornithophily, birds pollination, and third type, chiropterophily, bat pollination. Of these, here we are discussing only the first type, entomophily, insect pollination. ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേപോലെ അനിമോഫിലസ്, ഹൈഡ്രോഫിലസ്, എന്റമോഫിലസ് ഫ്ലവേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. നോക്കാം. ക്യാരക്ടേഴ്സ് ഓഫ് എന്റമോഫിലസ് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ശ്രദ്ധിക്കാം. എന്റമോഫിലസ് ഫ്ലവേഴ്സ് ആർ ലാർജ് ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ് ഫോർ അട്രാക്ടിങ് ഇൻസെക്ട്സ്. നമുക്കറിയാം പല ഫ്ലവേഴ്സിലും ദേ ആർ വെരി ബ്യൂട്ടിഫുൾ, കളേർഡ്, large, brightly colored for attracting insects. Then they commonly produce fragrance, smell for attracting insects. They produce nectar or honey. നാലാമത്തെ നോക്കാം. They supply food to insects in the form of honey or pollen grain, and it is a reward to the pollinators. Flowers can provide rewards like honey or pollen to the pollinators. Then pollen grains are usually sticky in nature and spinous outgrowth. Then stigma is sticky in nature and inserted type. Then flowers are small. Many flowers are arranged as inflorescence എന്ന് പറയും. ഇവിടെ നമ്മള് മൾബറി ഫ്ലവേഴ്സിലൊക്കെ നമുക്ക് കാണാം ഒരുപാട് ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ന്യൂമറസ് ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ആസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയും. സോ all these are the features of entomophilous flowers. അപ്പൊ ഈ മൂന്ന് ടൈപ്പ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, ക്യാരക്ടേഴ്സ് പഠിക്കണം. 3 മാർക്കിനൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ. നൗ ഇൻ നേച്ചർ we can see a tight or close relationship between plant and pollinators. Flowers can provide certain rewards like pollen, honey or nectar to the pollinators. Instead of this, the pollinators can satisfy pollination. So here we can see a mutual or symbiotic relationship between plant and pollinators. And also flowers can provide certain floral rewards like pollen, honey or nectar to the pollinators. For example, amorphophallus, and in some cases we can see the flowers can provide safe place for egg-laying to insects. Some of the flowers can provide safe place for egg-laying to insects, and the eggs become germinated and new young ones are formed inside the flower or seed. For example, നോക്കാം. amorphophallus ചേനയിൽ അതോടൊപ്പം നിങ്ങൾക്ക് കാണാം ഡയഗ്രാം ശ്രദ്ധിക്കാം. യൂക്ക plant is having a special type of moth, നിശാശലഭമായിട്ട് വരുന്നത്. പ്രൊനോബ യൂക്കാസ് അല്ല. അവിടെ ഡയഗ്രത്തിൽ ശ്രദ്ധിക്കാം. The female insect is come to the ovary of the female flower, lay eggs inside the ovary, eggs become germinated and new young ones are formed inside the flower or seed. So we can see a mutual or symbiotic relationship between insect and plant or pollinators or plant. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മള് and also but in some cases some of the insects can consume pollen, honey or nectar, and also fleshy leaves of the plants, or in some cases entire flowers can be feeded by insects not satisfying pollination. Such floral visitors are called pollen robbers or nectar robbers. ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ആ രണ്ട് പാരഗ്രാഫിന്റെയും സെന്റൻസിന്റെയും പോയിന്റ്സിന്റെയും മീനിങ് ആണ് ഈ പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കാൻ നമുക്ക് അറിയുന്നതാണ്.
പലപ്പോഴും പല ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നമ്മൾ കാണാം അതിന്റെ ഉള്ളില് വേംസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താന്ന് ചോദിച്ചാല് അതിന്റെ ഫീമെയിൽ ഫ്ലവറില് ഇൻസെക്റ്റുകള് ഓവറിയിൽ വന്ന് എഗ് ലേ ചെയ്യുന്നു. ആ എഗ് ജെർമിനേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ന്യൂ യങ് വൺസ് ഫോം ചെയ്യുന്നു. ആ യങ് വൺസ് ഫ്രൂട്ടിനുള്ളിൽ സീഡിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ചില കേസുകൾ നമുക്ക് കാണാം ചില ഇൻസെക്ട്സ് ഇപ്പൊ ബീറ്റിൽസുകളും വേംസുകളും ഒക്കെ പ്ലാന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ പോളൻ, നെക്ടർ അല്ലെങ്കിൽ ഹണി ഫീഡ് ചെയ്യുന്നു. ഫ്ലഷി ലീവ്സുകൾ ഫീഡ് ചെയ്യുന്നു. ചില കേസിൽ എൻറ്റയർ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫീഡ് ചെയ്ത് പോകുന്നു. ഇപ്പൊ കുക്കുംബറിലും പംകിനിലും ഒക്കെ അതിന്റെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് വേംസുകൾ അല്ലെങ്കിൽ ബീറ്റിൽസുകൾ ഫീഡ് ചെയ്ത് പോകാറുണ്ട്. ആൻഡ് ദേ ഡു നോട്ട് സാറ്റിസ്ഫൈ pollination. Such floral visitors are called pollen robbers or nectar robbers നമുക്ക് പറയാം. Okay. Now we will pass on to another term. നോക്കാം, outbreeding devices. In nature we can see most of the flowering plants produce bisexual flowers. Majority of the flowering plants produce bisexual flowers and it promotes only self-pollination, no chance for cross-pollination. And we know cross-pollination only promotes self-pollination. Cross-pollination only promotes variation and evolution of species. But in bisexual flowers, continuous self-pollination leads to inbreeding depression. Inbreeding depression means loss of fertility due to continuous self-pollination is called inbreeding depression. So to overcome this, angiosperms have developed certain devices, means adaptations, to discourage autogamy or self-pollination and to promote xenogamy or cross-pollination. The important devices or adaptations are, നോക്കാം, ഒന്നാമത് നോക്കാം dichogamy. നോക്കാം, pollen release and stigma receptivity are not synchronized or anther and stigma mature at different times. Maybe of 2 times. നോക്കാം, protandry, anther mature first, stigma later. For example, sunflower and കോട്ടൺ. ഇതിൽ രണ്ടിലും നമ്മൾ ശ്രദ്ധിച്ചാല് ബൈസെക്ഷൽ ഫ്ലവറിൽ ആന്തർ ഡെവലപ്പ് ചെയ്യുന്നു, സ്റ്റിഗ്മ ഇമ്മച്ചുർ ആണ്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ ആൻഡ് പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. രണ്ടാമത് നോക്കാം, പ്രോട്ടോഗൈനി. ഇതില് സ്റ്റിഗ്മ മെച്ചുർ, ആന്തർ മെച്ചുർ ലേറ്റർ. ഫോർ എക്സാമ്പിൾ ഗ്ലോറിയോസ് ആൻഡ് മിറാബിലിസ് ജെൽപ്പ്. ഇതിൽ രണ്ടിലും സ്റ്റിഗ്മ മെച്ചുർ ആണ്, പക്ഷേ ആന്തർ ഇമ്മച്ചുർ ആണ്. ഇറ്റ് ഓൾസോ പ്രൊമോട്ട് cross-pollination and prevent self-pollination. അടുത്ത നോക്കാം, declining. Production of unisexual flowers called declining. Maybe of 2 times. A. Monoecious, male and female flower present in same plant. Bisexual flower അല്ല, male and female flower ഒരു പ്ലാന്റില് രണ്ടായിട്ട് കാണുന്നു. And it promote cross-pollination and prevent self-pollination. B. Dioecious, male and female flowers present in different plants. Male plant വേറെയാണ്, female plant വേറെയാണ്. Male plant male flower, female plant female flower. It also promote cross-pollination and prevent self-pollination. മൂന്നാമത്തെ നോക്കാം, self incompatibility. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. Pollen grains of a flower are not able to germinate on the stigma of the same flower or another flower of the same plant by inhibiting pollen germination or pollen tube growth. It is due to the presence of certain sterile genes. So due to the presence of certain sterile gene, pollen grains of a flower, same flower or another flower are not able to germinate. It's called self-sterility or incompatibility എന്ന് പറയാം. നിങ്ങൾക്ക് ഡയഗ്രാം ശ്രദ്ധിക്കാം. അതില് രണ്ടാമത്തെ ഡയഗ്രത്തിൽ നോക്കാം, സ്റ്റിഗ്മ ഈസ് ഹാവിംഗ് ജീൻസ് S1 and S2. അതിന്റെ പോളനില്
dissimilar genes S3 and S4, so the pollen is germinated. മൂന്നാമത്തേത്, stigma is having gene S1 and S2, but the pollen, first pollen is having dissimilar gene S3 and it is germinated, but second pollen is having same gene S1 is not pollinated, not germinated. ആദ്യത്തെ S3 ആണ്, ഡിസിമിലർ ആണ്, ജെർമിനേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ S1 ആണ്, സിമിലർ ജീൻ ആണ്, ഈസ് നോട്ട് ജെർമിനേറ്റഡ്. ലാസ്റ്റ് കേസിൽ നോക്കാം, സ്റ്റിഗ്മ ഈസ് ഹാവിംഗ് സെയിം S1 and S2 genes, pollen is having same genetic constitution S1 and S2 and the pollen is not germinated. So here genetically similar types are not germinated. For example, sunflower, potato, mustard, tobacco, ഇതിനൊക്കെ ബൈസെക്ഷൽ ഫ്ലവറിൽ അതിന്റെ സ്റ്റിഗ്മയിലുള്ള ജീൻസുകളാണ് S1 and S2. അതിലേക്ക് സെയിം സ്പീഷ്യസിന്റെ മറ്റൊരു ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻസ് വരുമ്പോൾ അതിൽ ഡിസിമിലർ ജീൻസ് ആണ് വരിക. അതാണ് S3 and S4. അത് ജെർമിനേറ്റ് ചെയ്യും. പക്ഷേ ഈ പ്ലാന്റ്സുകളുടെ ഫ്ലവർ ബൈസെക്ഷൽ ആണ്. അതിന്റെ സ്റ്റിഗ്മയില് അതിന്റെ പോളൻ ഗ്രെയിൻ തന്നെ വരുമ്പോൾ അത് സിമിലർ ജീനുകളാണ്. S1 and S2 സ്റ്റിഗ്മയില് സെയിം പോളൻ S1 and S2 ജനറ്റിക്കലി സിമിലർ ആണ്, നോട്ട് ജെർമിനേറ്റഡ്. സെൽഫ് സ്റ്റെറിലിറ്റി ആണ്, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി, ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് cross pollination and prevents self pollination. That is, the stigma can receive pollen grains from another flower of the same plant is having dissimilar genes become germinated. Promote cross pollination, prevent self pollination. Okay, ഇത് വളരെ ക്ലിയർ ആയിട്ട് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അടുത്ത നോക്കാം, ഹെറക്കോഗമി. നോക്കാം, ഡയഗ്രാം ശ്രദ്ധിക്കാം. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്രസന്റ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻ. ഇവിടെ കാണാം, ബൈസെക്ഷൽ ഫ്ലവറിൽ ആന്തറിന്റെയും സ്റ്റിഗ്മയുടെയും പൊസിഷൻ മാറുന്നു. And it promote cross pollination and prevent self pollination. Okay, now അടുത്ത നോക്കാം, prepotency. നോക്കാം, the pollen grains of another flower germinate more rapidly than the pollen grains of the same flower. എക്സാമ്പിൾ നോക്കാം, ഹെർക്കോഗമിക്ക് നമ്മുടെ എക്സാമ്പിൾ ഗ്ലോറിയോസയാണ് പറയുന്നത്. പ്രീപൊട്ടൻസിക്ക് നമുക്ക് അവിടെ എക്സാമ്പിൾ നോക്കാം, ആപ്പിൾ, പിയർ ആൻഡ് ഗ്രേപ്സ്. ഇതിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ബൈസെക്ഷൽ ഫ്ലവറിൽ ആ സ്റ്റിഗ്മ അതിന്റെ പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യാതെ, അല്ലെങ്കിൽ റിസീവ് ചെയ്താലും മറ്റ് അനദർ സ്പീഷീസിന്റെ ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻസ് വന്ന് വളരെ പെട്ടെന്ന് ജെർമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ ആൻഡ് പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. ദാറ്റ് ഈസ് ദി പോളൻ ഗ്രെയിൻസ് ഓഫ് another flower germinate more rapidly than the pollen grains of the same flower. It's called prepotency. Then heterostyle. Anther and stigma is having different height. For example, oxalis and jasmine, ഇവിടെ ഹൈറ്റിൽ വരുന്ന മാറ്റം. സ്റ്റിഗ്മ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു, ഹൈറ്റ് ഉണ്ട്. ആന്തർ ഇമ്മച്ചുർ ആണ്, പോളൻ ഇമ്മച്ചുർ ആയിരിക്കും, ഹൈറ്റ് കുറവാണ്, അത് ഇമ്മച്ചുരിറ്റിയെ കാണിക്കുന്നത്. അപ്പൊ അവിടെയും അനദർ സ്പീഷീസിന്റെ ഫ്ലവറിന്റെ പോളൻ ഗ്രെയിനെ ആ ബൈസെക്ഷൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മ റിസീവ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ ആൻഡ് പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. അപ്പൊ ഇതാണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് ആയിട്ട് പറഞ്ഞത്. അതൊക്കെയാണ് ഡൈക്കോഗമി, ഡിക്ലൈനി, ഹെർക്കോഗമി, ഹെറ്ററോസ്റ്റൈലി, prepotency and self-incompatibility. So all these are the certain devices or adaptation achieved by flowering plants to discourage autogamy or self-pollination and promote xenogamy or cross-pollination. ഇതാണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ വെള്ളിയാഴ്ചയാണ് ക്ലാസ് ഡേ. അന്ന് 9 മണിക്കുള്ളിൽ നിങ്ങളുടെ നോട്ട്സും അസൈൻമെന്റും എഴുതി അയക്കാൻ പറയാറുണ്ട്. ഇത് പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും S2A ക്ലാസ്സിൽ 10ഓളം വിദ്യാർത്ഥി, എനിക്കെന്നറിയാം, ഞാനവിടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു.
അവര് കണ്ടിന്യൂസ് ആയിട്ട് ഡിലേ ആണ് അല്ലെങ്കിൽ ചെയ്യുന്നില്ല. ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബേസിലാണ് നമ്മൾ നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. CE സ്കോറും അതോടൊപ്പം തന്നെ ബൈ ചാൻസ് പബ്ലിക് എക്സാം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസിലാണ് നമ്മൾ മാർക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ചെയ്യാതിരുന്നാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഒരു പ്രോബ്ലം വരിക. എന്നാൽ നമ്മൾ കമ്പൽ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചറിയിച്ചാൽ അതിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും. പക്ഷെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച തന്നെ അത് വിളിച്ച് അറിയിക്കണം എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.